എന്തിനു ഉപയോഗിക്കണ്ട പാന്റ് ലൂസായി പണിക്കൊക്കെ യൂണിയൻ പണിക്ക് പോകുമ്പോഴോ? വരന്തരപ്പള്ളിയിൽ ഭാര്യയ്ക്ക് അവിഹിത ബന്ധം സംശയിച്ച് കഴുത്തിൽ ചരട് മുറുക്കി കൊലപ്പെടുത്തിയ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പ് നടത്തി. പനി ബാധിച്ച് യുവതി മരിച്ചെന്ന് ഭർത്താവ് ബന്ധുക്കളോട് പറഞ്ഞ കേസിൽ നിർണായക വഴിത്തിരിവ്. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന പി.ജി. കണ്ണാറ കരടിയള തെങ്ങനാൽ കുഞ്ഞുമോന്റെ ഭാര്യ ദിവ്യ എന്ന 36 വയസ്സുകാരിയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 4-നാണ് സംഭവം. ചുമട്ടുതൊഴിലാളിയാണ് കുഞ്ഞുമോൻ. ജോലി കഴിഞ്ഞെത്തിയപ്പോൾ പനിയും ശ്വാസംമുട്ടലും അനുഭവപ്പെട്ട ദിവ്യയെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നും അവിടെ വെച്ച് ഭാര്യ മരിച്ചെന്നുമാണ് ബന്ധുക്കളോട് പറഞ്ഞത്. വാടക വീട്ടിലെ കിടപ്പുമുറിയിൽ മരണപ്പെട്ട് കിടക്കുന്നതായി ദിവ്യയുടെ അമ്മ ശാന്ത പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. തുടർന്ന് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഞായറാഴ്ച രാവിലെ വീട്ടിലെത്തിയ പോലീസുകാർക്ക് മൃതദേഹത്തിലെ കഴുത്തിലെ പാടുകൾ കണ്ട് സംശയം തോന്നിയതാണ് വഴിത്തിരിവായത്. തുടർന്ന് കുഞ്ഞുമോനെ കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം മുളങ്ങത്തുകാവ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള ദിവ്യയുടെ ഭർത്താവ് കുഞ്ഞുമോനെ വിശദമായി ചോദ്യം ചെയ്തതിൽ ദിവ്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുള്ളതായി സംശയമുള്ളതിനെ സംബന്ധിച്ചുള്ള തർക്കത്തെ തുടർന്ന് നൈലോൺ ചരട് ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയതാണെന്ന് കുറ്റസമ്മതം നടത്തുകയായിരുന്നു. തുടർ നടപടിയായി കുഞ്ഞുമോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തിങ്കളാഴ്ച രാവിലെ കുഞ്ഞുമോനെ തെളിവെടുപ്പിനായി ദിവ്യയെ കൊലപ്പെടുത്തിയ വരന്തരപ്പള്ളി കുട്ടേലിപ്പാടത്തുള്ള വാടക വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ഇവരുടെ വീടിന് സമീപത്തുള്ള പാടത്തുള്ള കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞ ദിവ്യയെ കൊലപ്പെടുത്താനായി ഉപയോഗിച്ച ചരട് കുഞ്ഞുമോൻ പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചരട് കണ്ടെടുക്കുകയും ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കുഞ്ഞുമോനെ കോടതിയിൽ ഹാജരാക്കും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DVSP ബിജുകുമാർ PC-യുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് KP, SI-മാരായ അശോക് കുമാർ, പ്രദീപ് കുമാർ, ASI അലീമ, SCPO മുരുകദാസ്, സലീഷ് കുമാർ, സജീവ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്. കുഞ്ഞുമോനും ദിവ്യയ്ക്കും 11 വയസ്സുള്ള മകനുണ്ട്. വേലുപ്പാടം വെട്ടിങ്ങപ്പാടം പാറയ്ക്ക ഗംഗാധരന്റെയും ഷീലയുടെയും മകളാണ് കൊല്ലപ്പെട്ട ദിവ്യ.